ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പെസഹ. നമ്മുടെ കർത്താവായ യേശു മിശിഹ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് സ്വന്തം തിരുശരീരങ്ങൾ ഈ ലോകത്തിന് ദാനമായി നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും അതിൻ്റെ പരികർമ്മത്തിനായിട്ട് വിശുദ്ധ പൗരോഹിത്യം എന്ന് പറയുന്ന കൂദാശ സ്ഥാപിച്ചതിൻ്റെയും ഓർമ്മ പെരുന്നാൾ, പെസഹ പെരുന്നാളിൻ്റെ മുൻപുള്ള ദിവസം. ഈ പുൻപുലരിയിൽ എനിക്ക് നിങ്ങളോടായി പറയുവാനുള്ളത് ഒരു ചെറിയ ലോകത്തിൽ നടന്ന സംഭവം തന്നെയാണ്. 2025 ജൂലൈ മാസത്തിൻ്റെ ഒരു അവസാന നിമിഷങ്ങളിൽ ഈ ലോകത്തിൽ ഉടലെടുത്ത ഒരു കുഞ്ഞു ജീവൻ മറ്റാരുടെയുമല്ല, ഇക്കിച്ചുകോവ എന്ന് പറയുന്ന ജപ്പാനിലെ മൃഗശാലയിൽ ഉടലെടുത്ത പഞ്ച് എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞു വാനരജന്മം, ഒരു കുഞ്ഞിൻ്റെ കഥ. അവൻ്റെ കഥ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, സ്വന്തം മാതാപിതാക്കളാലും സ്വന്തം സഹപാഠികളാലും തള്ളപ്പെടുന്ന ഒരവസ്ഥ. മാതാവിൻ്റെ അടുക്കിലേക്കും സഹപാഠികളുടെ അടുക്കിലേക്കും ആ കുഞ്ഞിൻ്റെ കുഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, അവനെ എല്ലാവരും തള്ളപ്പെടുന്നു, ഉപദ്രവിക്കുന്നു. എന്നെ ഉൾപ്പെടെ എല്ലാവരുടെയും മനസ്സിന് ഉലച്ച കാഴ്ചകളായിരുന്നു അവയാണ്. അവസാനം അവൻ രക്ഷ നേടുന്നത് ഏതോ കാഴ്ചക്കാർ അവനായി ദാനമായി നൽകിയ അവൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു പാവക്കുഞ്ഞിലാണ്. പ്രിയമുള്ളവരെ, പഞ്ച് എന്ന് പറയുന്ന വാനരജന്മം നമ്മളോടായിട്ട് സുവിശേഷിക്കുന്നത്, നമ്മളോടായിട്ട് പറയാതെ പറയുന്നത് നമ്മുടെ തന്നെ കഥയല്ലേ? ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ പലരും മാതാപിതാക്കളാലും ജീവിത പങ്കാളിയാലും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവരാണ്. ഈ ഒറ്റപ്പെടുന്ന സമയത്ത് നാം ഓടിയെത്തുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്. ഇങ്ങനെയുള്ളവർക്കിടയിൽ ദൈവം നമ്മോടായിട്ട് സുവിശേഷിക്കുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 49 അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യം. നിന്റെ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാൻ ചിന്തിച്ചു പോവുകയാണ്, എന്തിനാണ് ദൈവം നമ്മളോടായിട്ട് ഈ ഒരു വാക്യം പറയുന്നത്? അത് മറ്റൊന്നുമല്ല, ഈ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ദൈവികമായ മൂല്യമാണ്, ദൈവസ്നേഹം. ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിവിടുകയില്ല എന്നുള്ളത് ഈ ലോകത്തിൽ നിന്ന് ദൈവം നമുക്കായി ഈ ലോകത്തിൽ നമുക്ക് നൽകുന്ന ഒരു വലിയ സത്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, എന്തിനാണ് ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, നാം ദൈവത്തിൻ്റെ സന്താനമാണ്. പ്രിയമുള്ളവരെ, പെസഹ ദിനത്തിൽ നാം മനസ്സിലാക്കേണ്ട 2 ചിന്തകളിലൊന്ന് ദൈവസ്നേഹമാണ്. രണ്ടാമത്തെ ചിന്ത ക്ഷമ എന്ന് പറയുന്ന ചിന്ത തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല. പെസഹായുടെ തീന്മേശയിൽ കർത്താവും തൻ്റെ ശിഷ്യന്മാരും എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് വീഞ്ഞുകളെടുത്ത് വാഴ്ത്തി മുറിച്ച് വിഭജിച്ച് സ്ലീഹന്മാർക്ക് കൊടുക്കുന്നതിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്ലീഹയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവ് യൂദാസ്ലീഹായോട് ക്ഷമിച്ചു. ദുഃഖവെള്ളിയാഴ്ച ദിവസം കർത്താവ് ക്രൂശിൽ കിടന്ന് പിടയുമ്പോൾ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തെ, ഒരു യേശു മിശിഹായെയാണ് നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. എത്രയോ പെസഹാകൾ നമ്മൾ ആചരിച്ചു, എത്രയോ ദുഃഖവെള്ളികൾ നമ്മൾ കൊണ്ടാടി. ഈ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമായിട്ടുണ്ട്. ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആയതിനാൽ എൻ്റെ പ്രിയ ദൈവജനങ്ങൾ, നിങ്ങളോടായി എനിക്ക് പറയുവാനുള്ളതും ഇത് തന്നെയാണ്. പെസഹ എന്ന് പറയുന്ന പെരുന്നാൾ നമ്മളോടായി ഉദ്ഘോഷിക്കുന്നത് 2 പ്രധാന കാര്യങ്ങളാണ്. നിന്റെ ജീവിതത്തിൽ 2 മൂല്യങ്ങൾ കരസ്ഥമാക്കണം. 1 സ്നേഹമെന്ന് പറയുന്ന മൂല്യം, 2 ക്ഷമ എന്ന് പറയുന്ന മൂല്യം. പഴയ നിയമകാലത്തിൽ ദൈവം നമുക്കായി 10 കൽപ്പനകൾ തന്നിരുന്നുവെങ്കിൽ അവയെല്ലാം ഒന്നിച്ച് 2 കൽപ്പനകളായി ദൈവം തരുമ്പോൾ അതിലും പ്രധാനപ്പെട്ട 1 സ്നേഹമെന്ന് പറയുന്ന മൂല്യം തന്നെയാണ്.
വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നതിനായി ഇന്ന് വൈകുന്നേരം നാം മധുബഹായുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട 2 മൂല്യങ്ങൾ ഇത് തന്നെയാണ്: സ്നേഹം, ക്ഷമ. ജീവിതത്തിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവയെല്ലാം മാറ്റിവെച്ച് ഒരു ക്ഷമയുടെ അനുഭൂതിയോടുകൂടി നമുക്ക് വിശുദ്ധ കുർബാനയെ ഭക്ഷിക്കാം. ഇപ്രകാരം വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു ദൈവികമായ സന്തോഷമാണ്. ഈ സന്തോഷം ലഭിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധ്യമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുമാണ് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വകരമാണ്. എന്നെ കരുതിയവൻ